ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിസ്മ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് യൂണിവേഴ്സ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, പോയി കാണുക. ടെസ്റ്റ് ചെയ്യുന്നത് മാത്രം നമ്മൾ അറിഞ്ഞാൽ പോരല്ലോ, അതിൽ പാസ്സായോന്ന് കൂടി അറിയണ്ടേ. അതിന് നമ്മളെ സഹായിക്കുന്ന 8 സയൻസ് ആണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ സൈനാണ് നമുക്ക് ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നത്. നമുക്ക് ചുറ്റും ഇപ്പൊ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനിൽ കൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാലും അതിനോട് നമ്മൾ കാമായിട്ടായിരിക്കുള്ളൂ റിയാക്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് സാധാരണയായിട്ട് നമ്മൾക്ക് ഒരു പ്രശ്നത്തിൽ കൂടെ നമ്മൾ കടന്നു പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവും. അതേപോലെ നമ്മളുടെ മൈൻഡൊക്കെ ആകെ ഡിസ്റ്റർബ്ഡ് ആവും. പക്ഷെ യൂണിവേഴ്സിന്റെ ആ ഒരു ടെസ്റ്റ് പാസ്സായി എന്നുള്ളൊരു സൈനാണ് നമ്മൾ എല്ലാത്തിനോടും കാം ആൻഡ് കൂളായിട്ട് റിയാക്ട് ചെയ്യുന്നത്. രണ്ടാമത്തേത്, നമുക്ക് ഒരുപാട് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ആഗ്രഹം എന്തെന്നാണോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹം, ആ ആഗ്രഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. ഡിവൈൻ അലൈൻമെൻറ്റിൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്ക് തുടരെ തുടരെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ യൂണിവേഴ്സിന്റെ ടെസ്റ്റ് പാസ്സായി എന്നാണ് അർത്ഥം. മൂന്നാമത്തത് കോയിൻസിഡൻസ്. നമ്മുടെ ലൈഫിൽ ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാറില്ല അത് കോയിൻസിഡൻസ് ആയിട്ട് നടന്നാണ്, പ്ലാൻഡ് അല്ല എന്നൊക്കെ. അങ്ങനെ നമ്മുടെ ആഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ കോയിൻസിഡന്റ് ആയി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ യൂണിവേഴ്സിന്റെ ടെസ്റ്റ് പാസ്സായി എന്നുള്ളതിന്റെ സൈനാണ്. അതേപോലെ റിപ്പീറ്റഡ് നമ്പേഴ്സ് കോയിൻസിഡന്റ് ആയിട്ട് കാണുന്നതും ഒരു സൈൻ തന്നെയാണ്. നാലാമത്തത്, നമുക്ക് ഭയങ്കര ഉറച്ചൊരു വിശ്വാസം രൂപപ്പെടും നമ്മുടെ ഉള്ളിൽ. നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് യൂണിവേഴ്സിന്റെ മേല് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണോ ആ ശക്തിക്ക് മേല് ഒരു ഉറച്ചൊരു വിശ്വാസം നമുക്ക് രൂപപ്പെട്ടിട്ടുണ്ടാവും. ഇതെല്ലാം യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ പ്ലാൻ ആണെന്ന് നമ്മൾ സ്വയം ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഇതൊന്നും ഉണ്ടാവില്ല അല്ലെ. നമുക്ക് അതിനെ നേരിടാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കും. അത് യൂണിവേഴ്സിന്റെ ടെസ്റ്റ് പാസ്സായി എന്നുള്ളതിന്റെ ഒരു സൈനാണ്. 5, നമ്മുടെ പാസ്റ്റിനെ വിട്ടുകളഞ്ഞുകൊണ്ട് പ്രസന്റ് ലൈഫിൽ ജീവിക്കുക. അതായത് നമ്മുടെ പാസ്റ്റിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അത് നമ്മൾ കൂടെ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനോ ആഗ്രഹിക്കുന്നത് നേടാനൊന്നും സാധിക്കില്ല. നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് നടത്തി തരുന്നതിന് മുമ്പ് യൂണിവേഴ്സ് നടത്തുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ടെസ്റ്റുകളിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഓവർകം ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാസ്റ്റ് പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ. അല്ലാണ്ട് മോശമായതൊന്നും നമ്മുടെ മനസ്സിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കില്ല. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാനോ ആഗ്രഹങ്ങളിൽ നിന്ന് പിന്മാറാനോ ഒന്നും നിൽക്കില്ല. പ്രസന്റ് ലൈഫ് എന്താണെന്നുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് കാമായിട്ട് നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കും. സോ ലിവ് ഇൻ ദ പ്രസന്റ്. ആറാമത്തേത്, നിങ്ങൾ നിങ്ങളുടെ പർപ്പസ് കണ്ടെത്തും അല്ലെങ്കിൽ പാഷനുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കരിയർ കണ്ടെത്തും. നമ്മൾ ഹൃദയം പറയുന്നത് കേൾക്കണം എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പോൾ ഹൃദയത്തിന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പല ആഗ്രഹങ്ങളും ഉണ്ടാവും. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കുറെ പാഷനായിട്ട് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമ്മൾക്ക് അതിനനുസരിച്ചുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഇത് അറിയാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ഈ ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഒരറിവും ഉണ്ടാവില്ല. പക്ഷെ ഈ ടെസ്റ്റുകളെല്ലാം നമ്മൾ പാസ്സായി കഴിയുമ്പോൾ നമുക്കൊരു ബോധ്യം ഉണ്ടാവും. നമുക്ക് എന്താണ് നമ്മളുടെ ലൈഫിന്റെ പർപ്പസ് അല്ലെങ്കിൽ നമ്മളുടെ പാഷനുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള നമ്മളെ ഹൃദയം പറയുന്ന കാര്യങ്ങൾ നിറവേറ്റാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ നമുക്കൊരു ബോധ്യം ഉണ്ടാവും. അങ്ങനെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങൾ നടത്താനുള്ള അവസരങ്ങൾ നമ്മളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കും. ഏഴാമത്തത്, നമ്മളൊരു മാനിഫെസ്റ്റിംഗ് മാഗ്നറ്റായി മാറുക. അതായത് മാനിഫെസ്റ്റേഷൻ വളരെയധികം ഈസി ആയിട്ട് മാറും. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായാലും വലിയ ആഗ്രഹങ്ങളായാലും നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള റിസൾട്ട് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ തുടങ്ങും. അതേപോലെ തന്നെ പണ്ട് ഒരുപാട് ആഗ്രഹിച്ച് നടക്കാതെ പോയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ വലുതായപ്പോൾ നടത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും നടത്താണ്ട് നമ്മൾ വിട്ടു കളഞ്ഞിട്ടുള്ള ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാതെ നമ്മുടെ ലൈഫിൽ നടക്കും. അങ്ങനെ ഒരു മാനിഫെസ്റ്റിംഗ് മാഗ്നറ്റ് ആയിട്ട് മാറുക. നമ്മൾ എന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാലും നമ്മൾക്കത് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു കഴിവ് നമുക്ക് ഉണ്ടാവുക. എട്ടാമത്തത്, മനസ്സറിഞ്ഞ് നന്ദി പറയാൻ തോന്നുന്നത്.
ഇപ്പൊ എന്ത് സിറ്റുവേഷൻ വന്നാലും അല്ലെങ്കിൽ കടന്നു വന്നത് എത്ര വലിയ സിറ്റുവേഷൻ ആയാലും അതൊക്കെ ഒരു അനുഗ്രഹമായി കണ്ടിട്ട് മനസ്സിൽ എപ്പോഴും നന്ദി എന്നുള്ള ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ആ ഫീലിംഗ് നിറഞ്ഞു നിൽക്കുന്നത്, അത് നമുക്ക് ഓരോ നിമിഷത്തിലും മനസ്സിൽ നിന്ന് നന്ദി പറയാനായിട്ട് ഓരോ നിമിഷം തോന്നിക്കൊണ്ടേയിരിക്കും. നമുക്കിപ്പോൾ ലൈഫിൽ ഒരുപാട് ചലഞ്ചസ് വരുമ്പോൾ നമ്മൾ നന്ദി പറയാറുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് നമുക്ക് ഈ ഒരു വിധി തന്നതിന് ദൈവത്തിനോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോടൊക്കെ നമ്മൾ പഴി ചാരിക്കൊണ്ടിരിക്കും അല്ലേ, എന്തിനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് തന്നേന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇങ്ങനൊരു ടെസ്റ്റ്, യൂണിവേഴ്സിന്റെ ടെസ്റ്റുകളെല്ലാം പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു തോന്നലേ ഉണ്ടാവില്ല. നമ്മളുടെ ലൈഫിൽ വരുന്ന ഓരോ ചലഞ്ചസും നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹത്തിലോട്ട് എത്തിക്കാനുള്ള വഴികളാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ കൂടെ എപ്പോഴും യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണിയാൽ തീരാത്തത്ര ബ്ലെസ്സിങ്സ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ഓരോ കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും, വലിയ കാര്യങ്ങൾക്ക് മാത്രമല്ല, ഓരോ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ 8 സയൻസ് നിങ്ങൾക്ക് ഒന്നിച്ച് കാണണമെന്നൊന്നുമില്ല. അതിന് പകരം ഏതെങ്കിലും ഒരു സൈൻ ഉണ്ടായാൽ പോലും അത് വളരെ നല്ലൊരു പ്രോഗ്രസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകൾ ചെയ്യുക, ഹീലിംഗ് പ്രാക്ടീസുകൾ ചെയ്യുക. സോ കീപ് ഗോയിങ്. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി മാനിഫെസ്റ്റിംഗ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.